Alhamdulillah. As-salatu was-salamu ala rasulillah wa ala alihi wa sahbihi walladhina tabauhum bi ihsan ila yawmiddin amma ba'd. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്ന ഹദീസ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഏറ്റവും വിശുദ്ധമായ ദിവസങ്ങളാണ് കടന്നുപോയത്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള പുണ്യകരമായ ദിവസങ്ങൾ അത് ഇന്നലെ അവസാനിച്ചു. ഇന്ന് നാട്ടിലുള്ള ആളുകൾക്ക് ദുൽഹജ്ജ് 11 ഗൾഫ് നാടുകളിലുള്ള ആളുകൾക്ക് ഇന്ന് ദുൽഹജ്ജ് 12. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ നിർവഹിച്ച എല്ലാ ആരാധനകളും ഇബാദത്തുകളും ഒരു പുണ്യകർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്നും ഇന്നലെയും അടുത്ത ദിവസങ്ങളിലായി ഒരുപാട് ബലികർമ്മങ്ങൾ ആളുകൾ നടത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവസാനമായി നമ്മൾ പഠിച്ച സംഭവം, അതായത് അഗതികൾ, പാവപ്പെട്ടവർ, മിസ്കീന്മാർ, അതുപോലെ സ്ത്രീകൾ, ഇവരോടൊക്കെ വളരെ അനുകമ്പയോടുകൂടി സ്നേഹത്തോടെ പെരുമാറണം. അവരെ വെറുപ്പിക്കുകയോ അവരെ ചീത്ത വിളിക്കുകയോ അവർക്ക് വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ പെരുമാറുകയോ ചെയ്യാൻ പാടില്ല. കുറേ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. ഇതിന് ഏറ്റവും അവസാനമായി നമ്മൾ മനസ്സിലാക്കിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമാണ്. ഖുറൈശികളുടെ പ്രമുഖനായിരുന്ന അബൂ സുഫിയാൻ, അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുമ്പ് അദ്ദേഹം സൽമാൻ അൽ ഫാരിസി, സുഹൈബുർ റൂമി, ബിലാൽ ബിൻ റബാഹ് എന്നീ ആളുകളുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ചങ്ങാതി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നമ്മുടെ വാളിനിരയാകാതെ ഇവനെ നമ്മൾ ഇനിയും നമ്മുടെ വാൾ അയാളിൽ ഉപയോഗിക്കാതെ വെറുതെ വിട്ടിരിക്കുകയാണോ എന്നൊരു അഭിപ്രായം പറഞ്ഞു. കാരണം ബഹുദൈവ വിശ്വാസത്തിലായിരിക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇസ്ലാമിനുണ്ടാക്കിയ ഒരാളായിരുന്നു അബൂ സുഫിയാൻ. എന്നാൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ പഴയ ജീവിതവും പൂർണ്ണമായി മാറുകയും പ്രവാചകന്റെ ഏറ്റവും വലിയ ഗുണകാംക്ഷിയായി മാറുകയും ചെയ്ത ആളാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം മുസ്ലിം ആവുന്നതോടുകൂടി അയാൾ മുമ്പ് എന്ത് ചെയ്ത കുറ്റങ്ങളുണ്ടോ അത് പൊറുക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ അവരുടെ അടുക്കലേക്ക് അദ്ദേഹം വന്നപ്പോൾ ഈ അഭിപ്രായ പ്രകടനം അബൂബക്കർ കേട്ടു. ഇവരുടെ അടുക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഖുറൈശി കുടുംബത്തിലെ വളരെ മാന്യനും അതുപോലെ തന്നെ അതിയുടെ നേതാവുമായ ഒരാളെക്കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെ കമന്റ് പറയുന്നത് എന്ന് അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് അവരോട് ചോദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഈ സംഭവം അബൂബക്കർ പറഞ്ഞു. ഇങ്ങനെ അബൂ സുഫിയാൻ വന്നു, അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടു അവരോട്, നിങ്ങൾ ആരോടാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, നീ അവരെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാവും. ആരെ? ഈ പാവപ്പെട്ട. കാരണം ഒന്ന് റോമൻ വംശത്തിൽ നിന്ന് വന്ന ആളാണ് സുഹൈബുർ റൂമി. അതേ പ്രകാരം തന്നെ സൽമാൻ അൽ ഫാരിസി പേർഷ്യൻ നാടുകളിൽ നിന്ന് വന്ന ആളാണ്. ബിലാലാണെങ്കിൽ എത്യോപ്യക്കാരനാണ്. ഈ 3 ആളുകളും അവിടെ മക്കത്ത് അല്ലെങ്കിൽ മദീനത്തുള്ള ആഢ്യ കുടുംബത്തിൽ ജനിച്ച ആളുകളല്ല. അപ്പം നിന്റെ വർത്തമാനം കൊണ്ട് അവരെ നീ ദേഷ്യം പിടിപ്പിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അങ്ങനെ നീ അവരെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്റെ റബ്ബിനെയാണ് ദേഷ്യം പിടിപ്പിച്ചത്. കാരണം റബ്ബ് ഇത്തരം ആളുകളോട് പ്രത്യേക അനുകമ്പയും അതുപോലെ തന്നെ പാവപ്പെട്ടവരോട് അങ്ങേയറ്റത്തെ സഹായഹസ്തം നീട്ടുന്ന ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല.
അതുകൊണ്ട് അവരോട് അങ്ങനെ പരാമർശിച്ചത് ശരിയായില്ല എന്ന് അബൂബക്കറിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം നേരെ ഈ ആളുകളുടെ അടുക്കൽ വന്നുകൊണ്ട് മാപ്പ് ചോദിച്ചു. ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചോ? അപ്പോൾ അവർ പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണല്ലോ മാന്യന്മാർ പറയുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന് പിടിച്ച് കയറലല്ല. ഞാൻ പറഞ്ഞാൽ ഇല്ലില്ല, ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല, അതൊന്നും സാരമുള്ള കേസല്ല എന്നൊക്കെ അവർ മറുപടി പറഞ്ഞപ്പോൾ എന്നാൽ അവർ തിരിച്ചു പറഞ്ഞത് ഈ 3 പേരും സുഹൈബും ബിലാലും അതുപോലെ തന്നെ സൽമാനും പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു തആല താങ്കൾക്ക് പുറത്തു തരട്ടെ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 3 പേരും ഒരു പ്രമുഖ കുടുംബത്തിൽപ്പെടാത്ത അടിമകളായും പിന്നീട് അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവരായും മൗലകളായി അവിടെ കഴിഞ്ഞുകൂടുന്ന ഈ ആളുകളോട് വളരെ മാന്യമായിട്ടായിരുന്നു പെരുമാറേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ അതിനു പകരം അല്പം ദേഷ്യത്തോടെ അവരോട് സംസാരിച്ചു എന്ന് അതാണ് സംഭവം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശാസിക്കുകയും ഉടനെ അദ്ദേഹം ചെന്ന് അവരോട് മാപ്പ് പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, അവരെക്കുറിച്ച് എന്തെങ്കിലും മോശപ്പെട്ട സംസാരം നടത്തിയിട്ടുണ്ടെങ്കിൽ, അവരെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്ന് തന്നെ അവരോട് മാപ്പ് പറയലും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകലും വളരെ അത്യാവശ്യമാണ്. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, മാതാ തഅദ്ദുനൽ മുഫ്ലിസ് ഫീക്കും, ഈ മുഫ്ലിസ് പാപ്പറായവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ പാപ്പറായവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ആരെയാണ് നിങ്ങൾ അങ്ങനെ വിളിക്കാറ് എന്ന് നബി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കാലു ഉമ്മൽ ലൈസ ലഹു ദിർഹമും വലാ ദീനാർ. പാപ്പറായെന്ന് പറഞ്ഞാൽ 5 പൈസ ഇല്ലാത്തവനാണ്, ഒന്നിനടുത്ത് പൈസ ഇല്ല, വളരെ എല്ലാം തകർന്ന് പാളീസായിപ്പോയ, എല്ലാ സാമ്പത്തികമായി എല്ലാ സോഴ്സുകളും അടഞ്ഞുപോയ, ദീനാറും ദിർഹമും എടുക്കാനില്ലാത്തവനാണ് പാപ്പർ എന്ന് ഞങ്ങൾ പറയാറ്. അതുപോലെ തന്നെ വല മത്താ, അവർ പറഞ്ഞു, ഒരു സംഗതിയും അയാളുടെ എടുക്കാനില്ല, ജീവിക്കാനുള്ള ഒരു ഉപാധിയും ഇല്ലാത്ത ആളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതല്ല, നിങ്ങൾ വിചാരിക്കുന്നതല്ല ഇവിടെ മുഫ്ലിസ്. അൽ മുഫ്ലിസ് മൻ യതി യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലിൽ ജിബാൽ. മുഫ്ലിസ് എന്ന് പറയുന്നവൻ ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടുന്നവനാണ്. അയാൾക്ക് മലകളോളം ഖനമുള്ള കൂമ്പാരമുള്ള സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിച്ചിട്ടുണ്ടാകും. നമസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, സക്കാത്ത്, അങ്ങനെ ഒരുപാട് കൂലി കിട്ടുന്ന ഹസനാത്തുകൾ അയാൾ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ അതോടൊപ്പം തന്നെ അയാൾ ഇന്നയാളെ അടിച്ചു, ഇന്നയാളെ ചീത്ത പറഞ്ഞു, ഇന്നയാളുടെ ധനം മോഷ്ടിച്ചു, ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കുറ്റകൃത്യങ്ങളിൽ നിന്നും ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ ഒഴിവായിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ് വിചാരണ ചെയ്യുന്ന സമയത്ത് ഫയഖുദു ഹാദാ മിൻ ഹസനാത്തിഹി വഹാദാ മിൻ ഹസനാത്തിഹി. അപ്പോൾ അയാൾക്ക് ചുറ്റും ഒരുപാട് അയാളുടെ ആക്ഷേപത്തിന് വിധേയമായ, അതുപോലെ തന്നെ അയാളുടെ ഉപദ്രവങ്ങൾക്ക് വിധേയമായ ഒരുപാട് ആചാരങ്ങൾ ഹാജരാക്കും. എന്നിട്ട് അയാളുടെ ഇയാൾ പ്രവർത്തിച്ച മലകളോളം കനമുള്ള സൽക്കർമ്മങ്ങളിൽ നിന്ന് ഈ അദ്ദേഹം ആക്ഷേപിച്ച ഈ ആളുകൾക്കൊക്കെ അള്ളാഹു എടുത്തു കൊടുക്കും. അവൻ്റെ ഹസനാത്തിന് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കൊടുത്തു തീർക്കും. അങ്ങനെ ഹസനാത്തുകളൊക്കെ തീർന്നു പോയാൽ ഉഖിദ മിൻ സയ്യിആതിഹിം, പിന്നെ ആരെയാണോ ആക്ഷേപിച്ചത് അവരുടെ തിന്മകൾ എടുത്തിട്ട് ഫതുരിഹ അലൈഹി, ഇവൻ്റെ മേൽ എറിയും. അപ്പോഴും അക്കൗണ്ട് തീർന്നിട്ടില്ലെങ്കിൽ എന്നർത്ഥം. ഇവൻ്റെ ബാധ്യത തീർന്നു പോയിട്ടില്ലെങ്കിൽ അവരുടെ പാപങ്ങൾ കൂടി ഇവൻ ഏറ്റെടുക്കേണ്ടി വരും. ഇവൻ്റെ സൽക്കർമ്മങ്ങൾ പോകാമെന്ന് മാത്രമല്ല, അവരുടെ പാപങ്ങൾ പോലും ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ഗൗരവമാണ് കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും മരണപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ബാധ്യതകളൊക്കെ, ഈ രൂപത്തിലുള്ള ആളുകളോടുള്ള എല്ലാ ബാധ്യതകളും തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത ഹദീസ് സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദ. ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ
ഇപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അസ്സബാബ ചൂണ്ടുവിരൽ, വൽവുസ്ത. ഇപ്പം പിന്നെ വിരലുകളുടെയൊക്കെ അറബിയിൽ പേരുണ്ട്. 5 വിരലിനും നമ്മൾ ചിന്നാം വിരൽ, 2-ാം വിരൽ, നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ എന്നൊക്കെയാണ് നമ്മൾ പറയുക. അറബിയിൽ അതിനൊക്കെ വേറെ വേറെ പേരുകളാണ്. എന്താണ്? ഖിൻസർ, ബിൻസർ, വുസ്ത, അസ്സബാബ, ഇബ്ഹാം. ഇതാണ് 5 വിരലുകൾ. ആ 5 വിരലുകളിൽ സബ്ബാബത്തും വുസ്തയും, വുസ്ത എന്ന് പറഞ്ഞാൽ നടുവിരൽ, ഇത് രണ്ടും ചേർത്തും പിന്നെ അവ വിട്ട് കാണിച്ചും ഫറജ ബൈനഹുമ എന്നാണ്. അവർക്കിടെ ആ 2 വിരലുകളും അല്പം അകറ്റിയും പിന്നെ കൂട്ടിച്ചേർത്ത് പിടിച്ചും ആളുകൾക്ക് മനസ്സിലാകുന്ന വിധം ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ 2 വിരലുകൾ എങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത്? വളരെ അടുത്തല്ലേ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന മാതിരിയാണ് ഈ 2 വിരൽ. അതുകൊണ്ട് അനാഥകളെ സംരക്ഷിക്കുന്ന മനുഷ്യനും ഞാനും സ്വർഗത്തിലുണ്ടാവുക ഈ 2 വിരലുകൾ നിൽക്കുന്നത് പോലെ അത്രയും അടുത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അനാഥ സംരക്ഷണത്തിൻ്റെ മഹത്വമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സഹോദരന്മാരെ, അനാഥകൾ എന്ന് പറയുമ്പം ശറയിൽ അനാഥകൾ എന്ന് പറയുന്നത് പിതാവ് മരണപ്പെട്ടു പോയ ആൾക്കാണ്. പിതാവ് മരണപ്പെട്ടു പോയാൽ ആ കുട്ടിയെ സംരക്ഷിക്കാൻ, അവന് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ, ആഹാരം വാങ്ങിക്കൊടുക്കാൻ, തെർബിയത്ത് കൊടുക്കാൻ, വിദ്യാഭ്യാസം നൽകാൻ, പരിചരണങ്ങൾ കൊടുക്കാൻ, സ്നേഹം പകർന്നു കൊടുക്കാൻ ആളുകൾ ഉണ്ടാവില്ല. പിന്നെ ഉമ്മയുടെ ഒരു തണലിലാണ് ജീവിക്കുക. ഉമ്മ എന്ന് പറഞ്ഞാൽ കസ്ബ്, അധ്വാനിക്കുന്ന ആളോ സമ്പാദിക്കുന്ന ആളോ അല്ല. അപ്പോൾ ആ കുട്ടിയുടെ ആവശ്യങ്ങളൊക്കെ വളരെയധികം പരിതാപകരമായിരിക്കും. വിദ്യാഭ്യാസം തന്നെ മേൽനോട്ടം കൊടുക്കാൻ ആരുണ്ടാവില്ല. പലപ്പോഴും വിദ്യാഭ്യാസം വഴിയിൽ വെച്ച് മുടങ്ങി അവൻ വീട്ടിലെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം വല്ല കച്ചവടത്തിനോ വല്ല ജോലിക്കോ, കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പാടില്ല എന്നാണ് നിയമമുള്ളത്. അത്രയും ചെറിയ പ്രായത്തിൽ ഇവർ വീട്ടിലെ പട്ടിണി തീർക്കാൻ വേണ്ടി ജോലിക്കൊക്കെ ഇറങ്ങും. അതോടുകൂടി അവൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മുടങ്ങിപ്പോകും. അപ്പോൾ ഇത്തരം കുട്ടികളെ പിടിച്ച് കരകയറ്റേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അത്തരം കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട വസ്ത്രം, അവർക്ക് വേണ്ട വിദ്യാഭ്യാസ സൗകര്യം, പഠനോപകരണങ്ങൾ, ആവശ്യമായ ഭക്ഷണം, ഇത്തരം കാര്യങ്ങളൊക്കെ അനാഥകൾക്ക് കൊടുക്കണം. അങ്ങനെ ചെയ്താൽ അത് വലിയ സൽക്കർമ്മമാണ്. ഏതുവരെ കൊടുക്കേണ്ടതുള്ളൂ? 15 വയസ്സ് വരെയാണ് ശറയിൽ ഒരാളുടെ ബുലൂഗ്, പ്രായപൂർത്തി എത്തുന്നത് വരെയാണ് അയാൾ യതീമായി പരിഗണിക്കുകയുള്ളൂ. അതിനുശേഷം അയാൾ സ്വതന്ത്രനായി എന്നാണ് വെപ്പ്. എന്നാൽ വീണ്ടും അവനെ സഹായിക്കുന്നതിന് വിരോധമൊന്നുമില്ല. നിയമപരമായി അവനെ സഹായിക്കാൻ ആവശ്യമായ പ്രായം 15 വയസ്സാണ്. അത് കഴിഞ്ഞിട്ടും നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അവൻ്റെ പഠനം തുടരാനും അതുപോലെ അവൻ്റെ വസ്ത്രം വാങ്ങാനും വീട്ടിലെ മറ്റു സൗകര്യങ്ങൾക്കുമൊക്കെ സഹായം നൽകാം. അതിനൊന്നും യാതൊരു വിരോധവുമില്ല. അടുത്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിൽ യതീമി ലഹു ഔ ലിഗൈരിഹി. തൻ്റെ കുടുംബത്തിൽപ്പെട്ട യതീം, അതാണ് കാഫിൽ യതീമി ലഹു എന്ന് പറഞ്ഞാൽ. തൻ്റെ അടുത്ത ബന്ധുക്കളിൽപ്പെട്ട തൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അല്ലെങ്കിൽ അനുജൻ്റെ മകൻ, പെങ്ങളുടെ മകൻ, അതുപോലെ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും അടുത്ത അനാഥ. ഔലി വൈരിഹി, അതല്ലെങ്കിൽ കുടുംബബന്ധമൊന്നുമില്ലാത്ത എന്നാൽ നാട്ടിലെ അയൽവാസികളിലെ പിന്നെ യതീം. അങ്ങനെ കുടുംബബന്ധത്തിൽപ്പെട്ട യതീമാകട്ടെ കുടുംബബന്ധത്തിൽപ്പെടാത്ത യതീമാകട്ടെ അവനെ സംരക്ഷിക്കുന്നവൻ അന വഹുവ കഹാത്തൈനി ഫിൽ ജന്ന. ഈ 2 വിരലുകൾ അടുത്ത് നിൽക്കുന്നത് പോലെയായിരിക്കും സ്വർഗത്തിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അത് ഭയങ്കരമായ നമ്മുടെ വിഷയം അതാണല്ലോ, അധ്യായം. അനാഥകളോടും അതുപോലെ തന്നെ സ്ത്രീകളോടുമുള്ള അനുകമ്പ, അവരോടുള്ള നല്ല പെരുമാറ്റം, അതാണ്. അപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള പിന്നെ കാര്യങ്ങളാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തരുന്നത്. അത്തരം അനാഥകളെ നിങ്ങൾ സംരക്ഷിക്കണം. അടുത്ത ഹദീസ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ മിസ്കീനുല്ലദീ തുർദുഹു തംറത്തു വത്തംറത്താനി
വല ലുഖ്മത്തു വൽ ലുഖ്മത്താനി ഇന്നമൽ മിസ്കീനുല്ലദീ യതഅഫഫ്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ യാചന എന്ന് പറയാൻ പറ്റില്ല, ചിലതൊക്കെ യാചകന്മാരാണ്. നമ്മൾ യാതൊരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും. അവരെല്ലാ മനുഷ്യന്മാരെ കണ്ടാലും അവരോട് എന്തെങ്കിലും ചോദിക്കും. ഏത് വീട്ടിൽ കയറി ചെന്നാലും എന്തെങ്കിലും കിട്ടണം. അപ്പം നമ്മൾ കയ്യിലുള്ള ചെറിയ സഹായങ്ങൾ വെച്ചു കൊടുത്താലും അവരതിൽ സംതൃപ്തരാണ്. അവർ നിങ്ങൾ ഒരു 25,000 റുപ്യ കൊടുക്കുമെന്നോ, ഒരു 5,000 റുപ്യ കൊടുക്കുമെന്നോ, ഒരു 1,000 റുപ്യ കൊടുക്കുമെന്നോ ഒന്നും വിചാരിച്ചല്ല വരുന്നത്. അവർക്ക് ചെറിയൊരു സഹായം കിട്ടും. തൊട്ടടുത്ത വീട്ടിൽ പോകും, അവിടുന്ന് ചെറിയൊരു സഹായം കിട്ടും. ആൾക്കാരെ റോട്ടുമെന്ന് കാണുമ്പോൾ അവരോട് ചോദിക്കും, അവരെന്തെങ്കിലും സഹായം ചെയ്യും. അങ്ങനെയുള്ള തെണ്ടി നടക്കുന്ന യാചകന്മാരായ ആളുകൾ, അവരെക്കുറിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവരല്ല മിസ്കീന്. ഈ നടക്കുന്ന പിന്നെ ഒരു സഞ്ചിയും തോളിലിട്ട് ഒരു വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ എല്ലായിടത്തും കയറി ചെന്ന് യാചന നടത്തുന്ന ആളല്ല യഥാർത്ഥത്തിൽ മിസ്കീൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുള കാരക്ക നിങ്ങൾ വീട്ടിൽ നിന്നെടുത്ത് കൊടുത്തു, അല്ലെങ്കിൽ 2 ചുള കാരക്ക കൊടുത്തു, അതല്ലെങ്കിൽ അല്പം ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ. അപ്പം അതങ്ങ് വാങ്ങി അവർ പോവും. പിന്നെ നിങ്ങൾ അവരെങ്ങോട്ട് പോയി നിങ്ങളും അറിയണില്ല, നിങ്ങളെന്തായിന്ന് അവരും നോക്കണില്ല. പക്ഷേ മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലതി ലാ യജിദു ഗിനൻ യുഗ്നിഹി, അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള പൈസ കയ്യിലില്ല. അവൻ്റെ വസ്ത്രം വാങ്ങാനോ ഭക്ഷണം വാങ്ങാനോ വീട് പരിചരണങ്ങൾക്കോ കുടുംബത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാനോ ഉള്ള മതിയായ പണം കയ്യിലില്ല. എന്നാൽ വലാ യുഫ്തൻ ബിഹി, അവൻ പണമില്ലാത്ത വളരെ ബുദ്ധിമുട്ടിലാണെന്ന വസ്തുത ആർക്കിട്ട് അറിയാൻ കഴിയില്ല. ഒരാളെ കണ്ടാൽ ബാഹ്യലക്ഷണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇയാൾ വളരെ അന്തസ്സായി ജീവിക്കുന്ന ആളാണ്, ഒരു കാര്യം ഒരാളോടും പറയില്ല. എത്ര വിഷമമുണ്ടെങ്കിലും അത് മനസ്സിൽ ക്ഷമിച്ച് ഒതുക്കി നിർത്തി ജീവിക്കും. അങ്ങനെ മനസ്സിലായാൽ ഫയ്യത്ത് സ്വത്തുക്കാലേ അയാൾക്ക് സദക്ക കൊടുക്കാലോ, പൈസ ഇട്ട് സഹായിക്കാലോ. ആ സഹായം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും അപ്പം ഉണ്ടാവും. പക്ഷെ ഇവിടെ വിഷയം എന്താണ്? അങ്ങനെ അയാളെ കണ്ടാൽ അറിയില്ല, മിസ്കീനാണെന്ന് ഒരു നിലക്കും ലക്ഷണങ്ങൾ കൊണ്ട് അയാളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വലാ യഖൂമു ഫയസ്അലുന്നാസ, അയാളത്തെ ആൾക്കാരോട് ചോദിക്കാൻ അങ്ങനെ നടക്കണമില്ല. ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിലാണ്, ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ്, കുറച്ച് പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനോടൊന്നും മിണ്ടൂല. അപ്പോൾ ബുദ്ധിയുള്ള വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾ നോക്കിയെടുക്കണം അത്ര ആൾക്കാരെ. അല്ലെങ്കിൽ സ്വകാര്യമായി നമ്മൾ അന്വേഷിക്കണം. അയൽവക്കത്തോ അവിടെയോ ഇവിടെയോ കൊകണ് തൊട്ടടുത്ത് നടക്കുന്ന ആളുകൾക്ക് അയാളെക്കുറിച്ച് പരിചയം ഉണ്ടാവുമല്ലോ. എന്താണ് അയാളുടെ സ്ഥിതി? അയാൾ പള്ളിയിൽ വരുന്നുണ്ട്, അയാൾ അവിടെയും ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്താണ് അവസ്ഥ? ആ വീട്ടിൽ എങ്ങനെയാണ് അയാൾ ചെലവ് നടത്തുന്നത്? അയാൾക്ക് വലിയൊരു പണം സമ്പാദിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, പല രോഗങ്ങളാലും അയാൾക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുണ്ട്. പല കാര്യങ്ങളാലും അയാൾക്ക് ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് സ്ഥിതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്വകാര്യമായി അയാളെക്കുറിച്ചുള്ള വിവരം കിട്ടും. അപ്പം അത്തരം ആളുകളെ കണ്ടുപിടിച്ച് പിന്നെ സഹായിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാസില ബാസ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മിസ്കീനുല്ലദീ തറുദ്ദുഹു തംറത്തു തംറത്താനി വലൽ ലുഖ്മത്തു വൽ ലുഖ്മത്താനി
ഇന്നമൽ മിസ്കീനുല്ലദീ യതഅഫഫ്. അപ്പോൾ എന്തെങ്കിലും വീടുകളിൽ വന്നുമ്പോൾ ചില നാണയത്തൊട്ടുകൾ കൊടുത്ത് അത് തൃപ്തിപ്പെട്ട് പിരിഞ്ഞു പോകുന്നവനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉദ്ദേശിക്കുന്ന മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ മാന്യമായി ജീവിക്കുന്നവൻ. അവന് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസം ഉണ്ടാവും, പക്ഷെ ഒറ്റ ആളോടും അത് പറയില്ല. അങ്ങനത്തെ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ, യാചകന്മാരായ ആളുകളെ അല്ല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ വളരെ മാന്യമായി ജീവിക്കുകയും പെട്ടെന്ന് ഒരാൾക്ക് അവരെ കണ്ടെത്താൻ കഴിയില്ല. അതാണ് യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ മിന തഅഫഫ്. സൂറത്തുൽ ബഖറയുടെ 273 ആയത്തിൽ അള്ളാഹു പറയുന്നത് യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ മിന തഅഫഫ്. അറിവില്ലാത്ത ആളുകൾ അവരെ കണ്ടാൽ അവർ അന്തസ്സായി ജീവിക്കുന്നത് കൊണ്ട്, അന്തസ്സായി പെരുമാറുന്നത് കൊണ്ട് അവർ പൈസക്കാരാണ്, അയാൾക്ക് കഴിഞ്ഞുകൂടാൻ ആവശ്യമായ പണമൊക്കെ അയാളുടെ കയ്യിലുണ്ട് എന്നാണ് കണ്ടവർ വിചാരിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല. അപ്പോൾ അവൻ ചോദിക്കില്ല, ചോദിക്കുന്നാൽ കൊടുക്കാലോ. എത്രയോ ആളുകൾ കൊടുക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട്, ചോദിക്കില്ല. എന്നാൽ അയാളെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാലോ അയാൾ വളരെ വിഷമം അനുഭവിക്കുന്നവനാണെന്നിട്ട് മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മനസ്സിലായാൽ അയാൾക്ക് കൊടുക്കാലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഹദീസുകളിലൊക്കെ ചില പാഠങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, ഇത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ക്ഷമ അവലംബിക്കുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഫറജ് കൊടുക്കും. എന്തെങ്കിലും അവർ ചെയ്യുന്ന ഏർപ്പാടുകളിൽ ബർക്കത്ത് കൊടുക്കുക, അതെങ്കിൽ മക്കൾക്ക് നല്ല ജോലിയാവുക, അങ്ങനെയുള്ള അവിചാരിതമായ മാർഗങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് വന്നു കിട്ടും. അതാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യണം? ഇത്തരം ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ട ആളുകൾ അള്ളാഹുവിൽ പൂർണ്ണമായും തവക്കുൽ ചെയ്യണം. സൃഷ്ടികളിൽ അവലംബം പാടില്ല. ഇന്നാളെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊന്നും വെറുതെ പറഞ്ഞ് പിന്നെ അങ്ങനെ പറയാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ തന്നെ ബന്ധപ്പെടുത്തിയാൽ അതിലേക്ക് അവൻ ഭരമേൽപ്പിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ തഅല്ലക ഷൈഅൻ വുക്കിലയിലേഹി. ഇപ്പോൾ കരുത്ത് കിട്ടാൻ, കാവൽ കിട്ടാൻ, കണ്ണേറേൽക്കാതിരിക്കാൻ ഒക്കെ കെട്ടിത്തൂക്കുക, ചരട് കെട്ടുക, കറുത്ത ഏലസ് കയ്യിൽ കെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്താൽ, അങ്ങനെയുള്ള പിന്നെ ഏലസ് കെട്ടലും അതുപോലെ ചരട് കെട്ടലും ഇതൊക്കെ ചെയ്താൽ എനിക്ക് കാവൽ കിട്ടും, എനിക്ക് യാതൊരു ഉപദ്രവവും ഏൽക്കൂല, എന്നെ പാമ്പ് കടിക്കൂല, എന്നെ ആരും ഉപദ്രവിക്കൂല, എൻ്റെ പണം നഷ്ടപ്പെടുകയില്ല, എങ്ങനെയൊക്കെ വിചാരിച്ച് ഒരു നൂലിന്മേൽ തൻ്റെ എല്ലാവിധത്തിലുള്ള തൻ്റെ സംരക്ഷണവും ആ നൂലിനെ ഏൽപ്പിച്ചു കൊടുത്താൽ, ആ ഏലസിനെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ആ ഏലസെ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ? ഏലസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹ് ഇവനെ കൈവിട് നിർത്തും. നേരെ മറിച്ച് അള്ളാഹുവായ ഖാലിക്കായ സൃഷ്ടാവായ അള്ളാഹു അവനെയാണ് അവലംബിച്ചതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണോ അള്ളാഹുവിൽ തവക്കൽ ചെയ്തത് അവന് അള്ളാഹ് മതി. ഇന്നല്ലാഹ ബാലിഗു അംരിഹി. അള്ളാഹു അവൻ്റെ കാര്യം പൂർത്തിയാക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നതാണ് അഭിലഷണീയമായ കാര്യം. എന്നാൽ മിസ്കീന്മാരായ ആളുകൾക്ക് എന്ത് ചെയ്യണം? അവർ ക്ഷമിക്കണം. ആ ക്ഷമ, അതുപോലെ തന്നെ ജനങ്ങളോട് അനാവശ്യമായ ചോദിക്കുന്നതിൽ നിന്നും വളരെ നിർബന്ധിത സാഹചര്യത്തിൽ ഒഴിച്ച് മാറി നിൽക്കണം. പിന്നെ ഇനി ചില യാചകന്മാരെ അല്ലെങ്കിൽ ചോദ്യക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ നാട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അവരിങ്ങനെ ചോദിക്കും, ആൾക്കാരോടുള്ള സഹായങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടും. പക്ഷെ അവരുടെ കയ്യിൽ നല്ല പൈസ ഉണ്ടാവും. അവരെവിടുന്നെങ്കിലും മറിഞ്ഞ് വീണ് മരണപ്പെട്ടാൽ പിന്നെയാണ് അവരുടെ എല്ലാ കല്ലിയും അവരുടെ ഭണ്ഡാരത്തിലും അവരുടെ താവളത്തിലും അവരുടെ കയ്യിലുള്ള
പണം ശേഖരിക്കുന്ന എല്ലാറ്റിലും വലിയ സംഖ്യ, ലക്ഷക്കണക്കിന് ഉറുപ്പികയൊക്കെ ഇത്തരം ആളുകളിൽ നിന്ന് കണ്ടെത്തിയ സംഭവങ്ങളൊക്കെ പത്രങ്ങളിൽ വരാറുണ്ട്. ഇങ്ങനെ നടക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും ഇത് ആയുസ് ഒടുങ്ങുമല്ലോ. അങ്ങനെ ആയുസ് ഒടുങ്ങിക്കഴിഞ്ഞാൽ അവരൊരുപാട് കാലമായി സമ്പാദിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് പോലും അത് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുകയും ചെയ്ത പണം അങ്ങനെ പുറത്തു ചാടും. അപ്പോഴാണ് മനസ്സിലാക്കുക ഇവർ ഒരുപാട് പണമുള്ളവരായിരുന്നു, ഒരുപാട് സാമ്പത്തികമായി ഒരുപാട് സമ്പാദിച്ച ആൾക്കാരാണ്. പക്ഷേ പിന്നെയും ഇങ്ങനെ പണം ഇങ്ങനെ കിട്ടുമല്ലേ, ഒരാളോട് ചോദിച്ചു, വേറെ അധ്വാനമൊന്നും ഇല്ലല്ലോ. ചോദിക്കുമ്പോൾ ആളുകൾ മിസ്കീനല്ലേ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നൊക്കെ ആളിങ്ങനെ എടുത്തു വെക്കും. പ്രത്യേകിച്ച് ഒരു ചിലവ് അയാൾക്കില്ല. ഇങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്താണ്, അവർ ഈ ചോദ്യം തെറ്റായ ഹറാമായ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതേ പ്രകാരം തന്നെ തൻ്റെ നില വിട്ടുകൊണ്ടുള്ള ഭൗതിക സുഖങ്ങൾ നേടാൻ, ഭയങ്കരമായ ആർഭാട വീടുണ്ടാക്കാൻ, ഭയങ്കരമായ ആർഭാട വാഹനം വാങ്ങാൻ, അങ്ങേയറ്റത്തെ വലിയ പണക്കാരായ ആളുകൾ ധരിക്കുന്ന വസ്ത്രം ധരിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പണം തികയാതെ വരുമ്പം ഇങ്ങനെ മിസ്കീനായി അഭിനയിച്ച് ആളുകളോട് ഇങ്ങനെ യാചിക്കുക, എന്നിട്ട് ആ പണം മുഴുവനും ഈ ദൂർത്തിന് ചെലവാക്കുക, അതും വളരെ മോശപ്പെട്ട സ്വഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അടുത്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സായി അലൽ അർമിലത്തി വൽ മിസ്കീനിക്കൽ മുജാഹിദി ഫി സബീലില്ലാഹ്. വിധവകളുടെ വിഷയത്തിൽ സാമൂഹ്യ സേവനം നടത്തുന്നവൻ, വൽ മിസ്കീൻ അഗതികളുടെ വിഷയത്തിൽ പരിശ്രമിക്കുന്നവൻ. ഒരു നാട്ടിൽ ഒരു സംരക്ഷണം നൽകാൻ ആരുമില്ലാത്ത കുറച്ച് സ്ത്രീകളുണ്ട്. ഭർത്താവ് മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ വിവാഹമോചിതയായി, ആരും കാര്യമായി സംരക്ഷിക്കാനില്ല. അങ്ങനെയുള്ള അർമിലത്ത്. ഇനിയിപ്പോൾ അങ്ങനെയുള്ളത് വെറും സ്ത്രീകൾ എന്ന് മാത്രമല്ല അർത്ഥമല്ല. പണ്ഡിതന്മാർ പറയുന്നത് ആണുങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർ. സംരക്ഷിക്കാൻ ആരുമില്ല, ആൾക്കാരൊന്നും ചോദിക്കാനുള്ള വഴികളുമില്ല. അങ്ങനെയുള്ള പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അതുപോലെ തന്നെ അഗതികൾ, പാവപ്പെട്ടവർ. അപ്പം അവരുടെ വിഷയത്തിലൊക്കെ പല നിലക്കും ഇയാൾക്ക് സ്വന്തമായി അവരെ സഹായിക്കാം. സ്വന്തമായി എപ്പോഴും ഒരാളുടെ ആവശ്യങ്ങൾ സഹായിക്കാൻ മാത്രമേ ഇയാൾക്ക് പണം ഉണ്ടാവില്ല. അപ്പം സമാനമായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഫണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് ആ ഫണ്ടിൽ നിന്ന് ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ഒരു പെൻഷൻ, ഒരു നിശ്ചിത തുക എല്ലാ മാസവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങാം, വസ്ത്രം വാങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവൻ, വിധവകളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ, മിസ്കീന്മാരെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ പ്രവർത്തിക്കുന്നവൻ, കൽ മുജാഹിദി ഫി സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്ന ഒരു യോദ്ധാവിൻ്റെ സ്ഥാനത്താണ് അവൻ. ജിഹാദ് ഏറ്റവും പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. പടച്ചവൻ്റെ മാർഗത്തിൽ അവൻ്റെ ദീനിനെ സ്ഥാപിക്കാനും ദീനിന് പ്രതികൂലമായി വരുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്കാണല്ലോ ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദ് നടത്തിയ കൂലിയാണ് വിധവകളുടെ വിഷയത്തിലും മിസ്കീന്മാരുടെ വിഷയത്തിലും പരിശ്രമിച്ചാൽ കിട്ടുക എന്നാണ് ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ വേറെ റിവായത്തിൽ കാണാം, വക്കൽ ഖായിമില്ലദീ ലാ യഫ്തുറു വകസ്സായിമില്ലദീ ലാ യുഫ്തിറു. അപ്പം അഗതികളുടെയും അതുപോലെ തന്നെ വിധവകളുടെയും വിഷയത്തിൽ അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ പരിശ്രമം നടത്തിയിട്ടുള്ള വ്യക്തി മുജാഹിദിനെ പോലെയാണ്, അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത യോദ്ധാവിനെ പോലെയാണ്. വേറെ ഒരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കൽ ഖായിമില്ലദീ ലാ യഫ്തുറു, ഒരിക്കലും ദീർഘസമയം നിന്ന് നമസ്കരിക്കുന്നവൻ, അൽ ഖായിം അൽ മുസല്ലി, നിസ്കരിക്കുന്നവനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ഖായിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാ യഫ്തുർ, അവരൊരിക്കലും തളർച്ച ബാധിക്കുന്നില്ല. നീണ്ട റക്അത്തുകൾ, നീണ്ട സമയമെടുത്ത് എങ്ങനെ നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നവനെ പോലെയാണ് അവൻ. കാരണം ഇതിങ്ങനെ ഇവൻ്റെ ജോലി തന്നെയാണല്ലോ, ഇവരെ വിഷയത്തിൽ ഇങ്ങനെ പരിശ്രമിക്കുക, ആളുകളോട് സംസാരിക്കുക, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഇത് ഒന്നോ നാളെയോ തീരുന്ന വിഷയമാണോ? ഇതുപോലുള്ള എത്രയോ ആളുകൾ നാട്ടിലുണ്ടാവും. അപ്പം നിരന്തരമായി അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഫുൾ സ്റ്റോപ്പില്ലാതെ
നിർത്താതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടാണ് ഒരിക്കലും തളർന്നു പോകാതെ നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നവനെ പോലെയാണ്. ഒക്കെ സായിമുല്ലതി ലാ യുഫ്തിർ, നോമ്പ് മുറിക്കാതെ ഇന്നും നോമ്പ് നാളെയും നോമ്പ് മറ്റന്നാളും നോമ്പ് അങ്ങനെ നിരന്തരമായി നോമ്പനുഷ്ഠിക്കുക, അതിലിടക്ക് ആഹാരം കഴിക്കാതെ നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതിനെ പോലെയാണ് യഥാർത്ഥത്തിൽ ആര് ഈ അഗതികളുടെ വിഷയത്തിലും അതുപോലെ തന്നെ ഈ വിധവകളുടെ വിഷയത്തിലും പരിശ്രമിക്കുന്ന ആൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, കാര്യങ്ങൾ വളരെ ക്ലിയറായി. ഇത്തരം പാവങ്ങളോടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടുമൊക്കെ നമുക്ക് അനുകമ്പ വേണം, അവർക്ക് സഹായിച്ചു കൊടുക്കണം. ഇപ്പോൾ പല സ്ഥലത്തും ഉദ്ഹിയത്തുകൾ നടക്കുന്നുണ്ടല്ലോ. എന്താണ് ആളുകൾ ചെയ്യുക? അവരത് മാംസങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടും, ചെറിയ ചെറിയ 1 കിലോ 2 കിലോ പൊതികളാക്കും, എന്നിട്ട് അതിന് അർഹരായ വീടുകളിലൊക്കെ എത്തിച്ചു കൊടുക്കും. അതൊരു സഹായമാണ്. ഇത്രയധികം മൃഗങ്ങളെ ബലി കൊടുക്കുന്ന ദിവസമാണ്. എന്നെന്താ അവരോടെങ്കിലും കൊണ്ടുപോയി തോട്ടിലിട്ടാണോ ഈ മാംസങ്ങൾ? അല്ല, ഇത് മുഴുവനും ചെറിയ ചെറിയ പൊതികളാക്കി അതിന് ആവശ്യമുള്ള, അത് ഭക്ഷണം കഴിക്കാൻ വില കൊടുത്ത് കാശ് കൊടുത്ത് പണം കൊടുത്തത് വാങ്ങാൻ കഴിവില്ലാത്ത ഒരുപാട് ആളുകൾ ചുറ്റുപാടിലുണ്ടാവും. അവർക്കത് വിതരണം ചെയ്യും. കുറച്ചൊക്കെ അറവ് നടത്തിയ ആൾ ഉപയോഗിക്കും, ബാക്കിയുള്ളത് അയാൾ സദഖയായിട്ട് ദാനം ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ നന്മകൾ. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പരിശോധിച്ചാൽ ഇതൊക്കെ വലിയ സാമൂഹിക സ്വാധീനമുള്ള വിഷയങ്ങളാണ്. സമൂഹത്തെ സംരക്ഷിക്കാനും താങ്ങി നിർത്താനും പറ്റുന്ന നല്ല കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്തരം നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.